മലപ്പുറം മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. മൂത്തേടം ഉച്ചക്കുളം കോളനിയിലെ സരോജിനിയാണ് മരിച്ചത്. DFO വരാതെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും അറിയിച്ചു. അരുൺ അമൃതാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, സ്ഥലത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടായ സാഹചര്യം ഉണ്ടായി. കാരണം മൃതദേഹം ഇപ്പോഴും ഈ സരോജിനിയുടെ വീട്ടിൽ തന്നെയാണ്. പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടുകൊടുത്തിട്ടില്ല. DFO എത്തി, ഈ അധികൃതരെല്ലാം എത്തിയതിനു ശേഷം ഒരു ശാശ്വത പരിഹാരം ഉണ്ടായതിനു ശേഷം മാത്രമേ വിട്ടുകൊടുക്കുന്ന നിലപാടിലാണ് നാട്ടുകാരെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടായത്. ഈ ആടുകളെ മേയ്ക്കാനായി സരോജിനിയും സംഘവും ഉൾവനത്തിലേക്ക് പോയതായിരുന്നു. അപ്പോൾ കാട്ടാന കൂട്ടമായി എത്തി ആക്രമിക്കുകയായിരുന്നു. കൂടെയുള്ളവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്കറിയുന്നത്. ഇപ്പോൾ മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് സംഭവിച്ചത്? രാവിലെ 10 മണിക്ക് ഇവർ കന്നിനെ തീറ്റാൻ വേണ്ടി അവരെ അടുത്ത് തന്നെ അവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടുന്ന് ഒരു 10 മീറ്റർ ഉള്ളിലേക്ക് കയറിയ സമയത്താണ് ആനക്കൂട്ടം ഒന്നായിട്ട് അവരുടെ ഭർത്താവ് 4-5 പേരുണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് അടക്കം പിന്നെ ഇതിൽ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഇവർക്ക് ഓടാൻ സാധിച്ചില്ല, അവർ തട്ടി വീണു. അപ്പോൾ അവരെ ആന ആക്രമിച്ചിരിക്കുകയാണ്. അവർക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. കാരണം നിരന്തരമായി മൂത്തേടം പഞ്ചായത്തിൽ 5-6 ജീവൻ ഇപ്പോൾ ഇതിനകം പൊലിഞ്ഞിട്ടുണ്ട്. പല മീറ്റിങ്ങുകളും പല ഉന്നതാധികാരികളൊക്കെ വന്ന് പല മീറ്റിങ്ങുകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഇപ്പോഴും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ മീറ്റിംഗ് കൂടി അന്ന് പറഞ്ഞു നമ്മൾ ആങ്കിങ് ഫെൻസിങ് വെക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴും അത് ടെൻഡർ അടക്കം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഫണ്ടിൻ്റെ ലഭ്യതയെക്കുറിച്ച് ഒരു വ്യക്തമായ ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിരന്തരമായി തിരുവനന്തപുരത്ത് അടക്കം ബന്ധപ്പെടുന്നു. DFO ബന്ധപ്പെടുമ്പോൾ DFO എന്നോട് പറയും തിരുവനന്തപുരത്ത് ബന്ധപ്പെടാൻ പറയും. അവരൊക്കെ ബന്ധപ്പെടുമ്പോൾ കിഫ്ബി ഫണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതിന് മുന്നേ 2 കോടി രൂപയുടെ ഒരു മതിൽ നിർമ്മിക്കാൻ വേണ്ടി ഫണ്ടുണ്ടായിരുന്നു. അത് ഫണ്ടൊക്കെ പാസ്സായി. പിന്നെ ഊരാൽക്ക് സൊസൈറ്റിക്ക് ടെൻഡറും കൊടുത്താൽ ആ ഫണ്ടും ഇല്ലാത്തൊരവസ്ഥയായി പിന്നീട്. അപ്പോൾ നിരന്തരമായി വന്യമൃഗ ശല്യ ആക്രമണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. 3 ഭാഗം ഫോറസ്റ്റ് വനം ഇവിടെ. അപ്പോൾ ജനങ്ങളിവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ അതുപോലെ ജീവന് ഭീഷണിയായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരം ഒരു ഉറപ്പല്ല, വാക്കുകളല്ല വേണ്ടത്. ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അത് നിരന്തരമായ ആവശ്യമില്ല, ഓരോരുത്തരുടെയും വികാരമാണ്. ആ വികാരത്തെ കണക്കിലെടുത്തുകൊണ്ട് ഇത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതെ, ഈ പരിഹാരം ഇനിയും നീണ്ടുപോവുകയാണ്. ഒരു ശാശ്വത പരിഹാരം എന്നുള്ളത് ലഭ്യമാവുന്നുമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു പ്രതിഷേധം കൂടിയാണ്. അത് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇനിയും ഇങ്ങനെ തുടർന്നു പോവുക തന്നെയാണ് അല്ലേ? ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും പ്രതിഷേധങ്ങളും വാഗ്ദാനങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രാബല്യത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന വീഴ്ചകളാണ്. ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം. ഒരു വാക്കല്ല, ഉറപ്പല്ല, ഒരു മീറ്റിംഗ് അല്ല നമുക്ക് ആവശ്യം. നാടെങ്ങും ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ വരുന്നു, ജീവഹാനി സംഭവിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സ്ത്രീ കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നു. മൃതദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ പ്രതിഷേധമാണ് സ്ഥലത്തുള്ളത്. അരുൺ അമൃതാഥാണ് വിവരങ്ങൾ നൽകിയത്.